ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടോ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഗോൾഡൻ കളറിലെ മെറ്റൽ ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 4mm സിൽവർ കളറിലെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോൾഡൻ കളറിലെയോ ഗിയർ വയർ എടുക്കാം. അതുപോലെ 3mm അല്ലെങ്കിൽ 5mm ഗിയർ വയർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് 4mm ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഫ്ലവർ സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഫ്ലവർ സീക്വൻസിന് ഇതുപോലത്തെ ചെറിയ പാക്കറ്റിന് 10 രൂപയുള്ളൂ. എന്നാലും നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ചെറിയ പാക്കറ്റിൽ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് തന്നെ മേക്കിങ്ങിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ അത് ഗിയർ വയർ ഒരു 1.5 മീറ്ററോളം ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഗിയർ വയർ ആഡ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ചുറ്റിനനുസരിച്ചായിരിക്കും ഗിയർ വയർ ആഡ് ചെയ്യേണ്ടതും ആഡ് ചെയ്യാണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയിലനുസരിച്ചായിരിക്കും ഗിയർ വയറിൻ്റെ ലെങ്ത്ത് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിങ്ങിൽ ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇത്ര തന്നെ എടുക്കണമെന്ന് പറയാത്തത്. അപ്പോൾ നിങ്ങളൊരു ഏകദേശം ആദ്യം തന്നെ ഒരു 1.5 മീറ്ററോളം എടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഹെയർ ബാൻഡിൻ്റെ 2 എൻഡിങ്ങിലും ഒരേ ലെവലിൽ വരുന്ന പോലെ കുറച്ച് ഗ്യാപ്പ് ഇടാം. അതായത് ഇപ്പോൾ ഒരു 4 സെൻറ്റിമീറ്ററോ ഒരു 5 സെൻറ്റിമീറ്ററോ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഗിയർ വയർ ഇതുപോലെ നല്ല പോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഗിയർ വയറിൻ്റെ ഒരു എൻഡിങ്ങിൽ കൂടെ എന്തായാലും മറ്റേ എൻഡിങ്ങിൽ നമ്മൾ ചുറ്റി വെച്ചേക്കായിരിക്കും. അപ്പോൾ മറ്റേ എൻഡിങ്ങിൽ കൂടെ നമ്മൾ ആദ്യം ഒരു ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ പൊക്കത്തോട്ടായിട്ട് നമ്മൾ വൈറ്റ് കളറിലെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വൈറ്റ് കളറിലെ ക്രിസ്റ്റൽ ബീഡാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബീഡ് ഇല്ലെങ്കിൽ പോലും നോർമൽ കളറിലെ വൈറ്റ് ബീഡ് ഇട്ടാലും നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ ഒരു ഗിയർ വയർ താഴേക്ക് ഇറക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ പിടിച്ച് വെച്ചിട്ട് ഇറക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് എനിക്ക് പറ്റിയ പോലെ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും. ഇങ്ങനെ കെട്ടി വീഴാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് നമ്മൾ വലിച്ച് നല്ല ടൈറ്റാക്കി ഇറക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമുക്ക് എപ്പോഴാണോ ഈ ഒരു ഫ്ലവർ ബീഡ് ഇങ്ങനെ ഇളകി കളിക്കാണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നത് അതുവരെ നമ്മളൊന്ന് നല്ല ടൈറ്റാക്കി ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. ഗിയർ വയർ എടുക്കാം. ഗിയർ വയറിൻ്റെ എൻഡിങ്ങിൽ കൂടെ എന്ത് ചെയ്യുക, ഫ്ലവർ ബീഡ് ഇടുക. അതിൻ്റെ പൊക്കത്തൊക്കെ ആയിട്ട് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്രിസ്റ്റൽ ബീഡ് മാറ്റി നിർത്തിയിട്ട് ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഗിയർ വയർ താഴേക്ക് ഇറക്കുക. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹെയർ ബാൻഡിൽ ഗിയർ വയർ ഒരു 1-2 പ്രാവശ്യം, ചിലപ്പോൾ നമുക്കൊന്ന് ഒറ്റ പ്രാവശ്യത്തിൽ നല്ല ടൈറ്റായിട്ട് കിട്ടും. നമ്മളെടുക്കുന്ന ഗിയർ വയറിൻ്റെ MM ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മളുടെ ഈ ഒരു ചുറ്റലിൻ്റെ കണക്ക്. ഇപ്പോൾ നമ്മളൊരു 5mm ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ചുറ്റൽ തന്നെ അത്യാവശ്യം നല്ല തിക്കിൽ ഇളകി കളിക്കാണ്ടിരിക്കും. ഇപ്പോൾ 3mm ആണ് എടുക്കണമെങ്കിൽ നമ്മൾ ഒരു 3-4 ഒക്കെ ചുറ്റേണ്ടി വരും. അപ്പോൾ നമ്മളെടുക്കുന്ന ഗിയർ വയറിൻ്റെ MM ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ ഈ ഒരു ചുറ്റൽ. അപ്പോൾ നമ്മളിത് ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്ത് പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലവർ ബീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ബീഡ് മാത്രം ഇട്ട് ചുറ്റി കൊടുത്ത് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എത്ര റേറ്റ് വരും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോവാം. നമ്മുടെ ഒരു ഹെയർ ബാൻഡിൻ്റെ റേറ്റ് വരുന്നത് 10 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഫ്ലവർ ബീഡിന് 10 രൂപ, ക്രിസ്റ്റൽ ബീഡ്സിന് ഒരു മാലയ്ക്ക് 40 രൂപ. അപ്പോൾ ഒരു മാലയുടെയൊക്കെ അടുത്തോളം ഞാനിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഗിയർ വയറിന് 48 രൂപയ്ക്കോ അങ്ങനെ എന്തോ 48 അങ്ങനത്തെ എന്തോ റേറ്റിലാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഏകദേശം എനിക്ക് ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാനായിട്ട് 100 രൂപയിൽ താഴെയായിട്ടേ വരുന്നുള്ളൂ. കാരണം ഗിയർ വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഗിയർ വയറിൻ്റെ മൊത്തം ഒന്നും എടുക്കുന്നില്ല, അതുപോലെ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെയും മൊത്തം ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെയിൽ ചെയ്യാനുള്ള റേറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്പെൻഡായ പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് മേടിക്കാനായിട്ട് ചിലപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് ഒരു 2 രൂപയോ 5 രൂപയോ ആഡ് ചെയ്യാം. ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ടാണ് മേടിച്ചിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെൻസ് ആഡ് ചെയ്യാം. അതായത് നമുക്ക് ഈ പ്രൊഡക്റ്റിന് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇത്ര രൂപയായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഈ എക്സ്ട്രാ നമ്മൾ ട്രാവൽ ചെയ്തതിൻ്റെ ആ ഒരു പൈസയും കൂടിയും കൂട്ടാം. പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽസിൻ്റെ പൈസ അത്രയൊക്കെ കൂട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്ര ടൈം എഫേർട്ട് എടുത്ത് ചെയ്തു പ്ലസ് പ്രോഫിറ്റ് ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ പ്രൊഡക്റ്റിന് റേറ്റ് ഇടുക. പിന്നെ നമുക്ക് മാക്സിമം കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആകുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസ് ഇടുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് നമുക്കൊരു 50 രൂപയ്ക്കോ 50 രൂപയുടെ മുകളിലൊക്കെ ആയിട്ട് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ പ്രൈസ് ഇടുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 100 രൂപയിൽ താഴെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഒരു മെറ്റീരിയൽസ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള തുടങ്ങി വെക്കാൻ പറ്റും. അപ്പോൾ വെറും 100 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളെയും കൊണ്ട് പരിശ്രമിച്ച് കഴിഞ്ഞാലായിട്ട് നമുക്ക് എന്തും പറ്റും എന്നുള്ളത് നമുക്ക് തെളിയിക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.